ഗോപികൃഷ്ണൻ ഇതിൽ എന്തൊക്കെയോ വേണ്ടാത്ത രാഷ്ട്രീയം ആണ്ട് കിടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് അങ്ങനെ കയറി കുറ്റപ്പെടുത്താൻ പറ്റുമോ? SKN ഈ MEC7 നേരത്തെ ഇപ്പോൾ സമീർ ബിൻ കരീം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യായാമ പരിശീലന പരിപാടിയാണ്. MEC7 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ എക്സർസൈസ് കോമ്പിനേഷൻ, അതായത് 22 മിനിറ്റ് കൊണ്ട് 20 വിഭാഗങ്ങളിൽപ്പെടുന്ന വിവിധ തരത്തിലുള്ള വ്യായാമ മുറകൾ ഇത് പരിശീലിപ്പിക്കുകയാണ്. സാധാരണ നിലയിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു ജിം നടത്തുന്നത് പോലെ ഒരു അടച്ചിട്ട മുറിയിലല്ല, തുറസായ ഇടങ്ങളിൽ, അതായത് കുന്നിൻ ചെരുവുകളിൽ, തുറസായ മൈതാനങ്ങളിൽ ഇതൊക്കെയാണ് MEC7 നടത്തുന്നത്. ഇത് തുടങ്ങിയത് ഒരു വിമുക്ത ഭടനായ പി സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2022 ഈ വ്യായാമ മുറ തുടങ്ങിയ ശേഷം വളരെ വേഗം മലബാർ മേഖലയിൽ ഇതിന് പ്രചാരം ലഭിക്കുകയും ഏതാണ്ട് 1000-ഓളം യൂണിറ്റുകൾ വിവിധ ജില്ലകളിലായി ആരംഭിക്കാൻ കഴിയുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് MEC7 പിന്നിലുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIM-ഉം അതുപോലെ AP സുന്നി വിഭാഗവും രംഗത്ത് വരുന്നത്. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ആക്ഷേപമാണുള്ളത്. അതിൽ CPIM ആരോപിക്കുന്നത് MEC7 പിന്നിൽ അല്ലെങ്കിൽ MEC7ന്റെ മറവിൽ മറ്റു ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട്, നിരോധിത സംഘടനയായ PFI-യിലെ അംഗങ്ങൾ ഇതിന്റെ മറവിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് CPIM ഉന്നയിക്കുന്ന ആരോപണം. തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനാണ്. സമസ്തയെ സംബന്ധിച്ച്, അതായത് AP സുന്നി വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടുതലായി ഈ വ്യായാമ മുറയുടെ ഭാഗമാകുന്നു, അവർ ഈ വ്യായാമ മുറകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ വിശ്വാസ സംബന്ധമായ ഇതുവരെയുള്ള നടപ്പ് രീതികളെ വെല്ലുവിളിക്കുകയും ആചാരപരമായ കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആക്ഷേപമാണ് AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത്. അതായത് CPIM ഉന്നയിക്കുന്നത് രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ആരോപണമാണെങ്കിൽ AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത് മത സ്വഭാവത്തിലുള്ള ആരോപണമാണ്. അങ്ങനെയാണ് ഈ MEC7-എതിരായിട്ടുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം SKN, ഇവർക്കൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ഈ വാട്സാപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ആളുകൾ മുൻപ് PFI-യിലെ അംഗങ്ങളായിരുന്ന ആളുകളാണ്, അതിലെ സജീവ പ്രവർത്തകരായിരുന്ന ആളുകളാണ് എന്നതാണ് CPIM-ന്റെ മറ്റൊരു ആക്ഷേപം. ഏതായാലും MEC7 ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, ഈ കൂട്ടായ്മ തുറസായ ഇടങ്ങളിൽ വളരെ യാതൊരു തരത്തിലുള്ള മറവുമില്ലാതെ വളരെ സുതാര്യമായി നടത്തുന്ന ഒരു വ്യായാമ പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വളരെ വേഗം ആളുകൾക്ക് മുക്തി നേടാൻ സഹായിക്കുന്നു എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. അതുകൊണ്ട് ഇതിന് മറ്റേതെങ്കിലും തരത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വിവിധ രാഷ്ട്രീയ വിശ്വാസികളും ഒക്കെ ഈ വ്യായാമ മുറയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് MEC7 അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ഏതായാലും ഈ കാര്യത്തിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പ്രധാനമായും ഇത് മുസ്ലിം പോക്കറ്റുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടും ഇതിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ടും ഇതിന് തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന ആരോപണം ഒരു ഭാഗത്ത് CPIM ഉന്നയിക്കുകയും അതേസമയം തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വെള്ളം ചേർക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന നീക്കങ്ങളാണ് എന്ന് AP സുന്നി വിഭാഗം മറുഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. CPIM ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് P മോഹനന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. AP സുന്നി വിഭാഗം വിശ്വാസികൾക്കിടയിൽ ഇത് നിങ്ങൾ അവിടെ പോകുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇതിനകത്ത് മറ്റു ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന പ്രചാരണം നൽകിക്കൊണ്ട് അതിനെതിരെ നീങ്ങാനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഏതായാലും MEC7 എന്ന കാര്യത്തിൽ സ്വാഭാവികമായും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു പരിശോധന ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുവരെ ഈ വിവാദം അന്തരീക്ഷത്തിൽ ഉണ്ടാകും. SK